ഹരികുമാർ സാർ നമസ്കാരം. നമസ്തേ. സാർ, നമ്മൾ ഇന്നലെ വൈകിട്ട് കണ്ട ഒരു വാർത്ത കണ്ട് സത്യം പറഞ്ഞാൽ നെട്ടിയിരിക്കുകയാണ്. അതായത് നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്. അതായത് റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർ ബിസിനസ് ചെയ്യും, ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഈ വൈറ്റ് കോളർ ജോബ് അങ്ങനത്തെ ഒരു ലൈനായിരിക്കും കൂടുതൽ പോകുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ നാട്ടിൽ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി റെഡി ആയിട്ട്, അതായത് വൈറ്റ് കോളർ ജോബ് വിട്ടിട്ട് ഒരു റിസ്ക് എടുത്ത് ഒരു ബിൽഡിംഗ് കമ്പനി ബിൽഡ് ചെയ്ത് ഇത്രയും വലിയൊരു $1 ബില്യൺ, അതായത് ഏകദേശം ഒരു 10,000-11,000 കോടി രൂപന്റെ ആസ്തിയുള്ള ഒരാള്, അതായത് അത്രയും റിസ്ക് എടുത്തിട്ട് അദ്ദേഹം ജോലി വിട്ടിട്ട് ആണ് ഇത്രയും വലിയൊരു കമ്പനി ഡെവലപ്പ് ചെയ്തേക്കണേ. അപ്പൊ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന ഒരാള് ഒരു ഇൻകം ടാക്സ് റെയ്ഡ് പേടിച്ച്, അല്ലെങ്കിൽ അതിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു കാരണം ഓർത്തിട്ട് സ്വയമായിട്ട് സൂയിസൈഡ് ചെയ്യുക, അതായത് വെടിവെച്ച് മരിക്കുക എന്ന് പറഞ്ഞ ഒരു വാർത്തയാണ് നമ്മൾ ഇന്നലെ കണ്ട് നെട്ടിയിരിക്കുന്നത്. അതായത് നമ്മൾ സംസാരിക്കുന്നത് ഡോക്ടർ റോയിനെ പറ്റിയാണ്. അപ്പം അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ശരിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ ഒന്നായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാനായ ഡോക്ടർ CJ റോയി ഇന്നലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സ്വന്തം തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇന്നലെ നമ്മൾ കേട്ടത്. അത് എന്നോടിപ്പം അമർദീപ് ചോദിച്ചതുപോലെ, അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടതുപോലെ, സാധാരണ റിസ്ക് എടുക്കാനൊന്നും തയ്യാറില്ലാത്ത ഒരു സർക്കാർ ജോലി തേടി. പണ്ടൊക്കെ കേരളത്തില്, ഈ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ, ശ്രീപത്മനാഭന്റെ 10 ഏക്കറം കിട്ടുക എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു. അതായത് ആദ്യം റിസ്ക് ഒന്നുമില്ല, പത്മനാഭന്റെ 10 ഏക്കറം എന്നായിരുന്നു ഈ രാജാവിന്റെ കീഴിൽ ജോലി ചെയ്യുക എന്നുള്ളതിനും, പിന്നീട് അതിനുശേഷം കേരളത്തിൽ സർക്കാർ വന്നപ്പം ജനകീയ സർക്കാരിന്റെ ഒരു സർക്കാർ ജോലി കിട്ടുക എന്നുള്ളത് ഒക്കെ. റിസ്ക് എടുത്ത് ബിസിനസ് ചെയ്യാൻ മലയാളികൾക്ക് പൊതുവെ മടിയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇന്ത്യയിലെ പ്രമുഖ പണക്കാരുടെ ലിസ്റ്റ് എടുത്താൽ ഇപ്പോഴാണ് മലയാളികൾ അതിൽ കയറിക്കൂടിയത്, അത് ഈ ഗൾഫ് പണം വന്നതിന് ശേഷം. അങ്ങനെ ഇരിക്കുമ്പോൾ CJ റോയിയെ പോലുള്ള ഒരാള് ആ റിസ്ക് എടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന് അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വൻ നേട്ടങ്ങൾ കൊയ്ത് കർണാടകത്തിലെ ബാംഗ്ലൂരിലെ, അതായത് പിന്നെ അതുപോലെ കേരളത്തിലെ, പിന്നെ ഇന്ത്യ വിട്ട് ഗൾഫിൽ ദുബൈയിലെ, ഇവിടെ ഒക്കെ തന്നെ തൻ്റെ സാമ്രാജ്യം പടുത്തുയർത്തിയ ഒരു വളരെ വിജയം വരിച്ച ഒരു ബിസിനസ്സുകാരൻ എന്ന പേരെടുത്ത്, അതുപോലെ സാമൂഹിക സേവന രംഗത്തും ഒരുപാട് പിന്നെ ചാരിറ്റി വർക്ക്സ് ചെയ്തും ഒക്കെ സത്പേരുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഡോക്ടർ റോയി. എന്താണ് അദ്ദേഹം ഇങ്ങനെ ഒരു കടുങ്കൈ കാണിച്ചത്? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഇന്നലെ ഈ വാർത്തകളൊക്കെ ഞാൻ അമർദേവിൻ്റെ അടുത്ത് പറഞ്ഞ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിനെ സംബന്ധിച്ച ചില വാർത്തകളൊക്കെ പുറത്തു വന്നു. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരാൾക്ക് ഈ മരണത്തിലേക്കുള്ള ചില സൂചനകളുണ്ട്. എനിക്ക് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ സൂചനകൾ പൊതു ഇടത്തിൽ വന്ന ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സൂചനകളുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞാൻ പല ഗ്രൂപ്പുകളിലും, വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഉള്ള ഒരു പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചു. അതായത് പിന്നെ ഇലക്ഷൻ വരാൻ പോവുകയാണ്, BJPയുടെ കൂടെ നിൽക്കാത്തവരെ ഒക്കെ തന്നെ അവര് ED കൊണ്ട് റെയ്ഡ് ചെയ്യിക്കുന്നു, ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്യിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു നടപടിയാണോ ഇത്? അങ്ങനെ ഒരു ചോദ്യവും. ഞാനും ഒരു വാർത്ത കണ്ടത്, മറ്റേ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഈ കൺസ്ട്രക്ഷൻ കമ്പനികളെല്ലാം, ഒട്ടുമിക്ക എല്ലാ കമ്പനികളിലും ഈ അടുത്തായിട്ട് കുറെ റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത അങ്ങനെ കണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിലും റെയ്ഡ് വന്നത്. പക്ഷെ അതിന്റെ പുറകിലുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള അവിടെ ഉള്ള പാർട്ടികളൊക്കെ ഫണ്ട് ചെയ്യണം മെയിനായിട്ട് അവിടുത്തെ ബിൽഡിംഗ് കമ്പനികളാണ്. അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് അവിടെ കൂടുതലും റെയ്ഡും കാര്യങ്ങളൊക്കെ വന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ റെയ്ഡ് നടന്നേ എന്നുള്ള ഒരു ഇതാണ് ഞാൻ കണ്ടത്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ആരോപണം ഉണ്ട്. അതായത് നമുക്ക് ഈ ആരോപണം നടക്കുമ്പോൾ നമുക്ക് ഇന്നലെ നടന്ന സംഭവങ്ങളുടെ ഒരു വാങ്മയ ചിത്രം, അതായത് എന്താണ് ഇന്നലെ അക്ഷരാർത്ഥത്തിൽ അവിടെ നടന്നത്, അത് ഞാനൊന്ന് സൂചിപ്പിക്കാം. ഇന്നലെ അവിടെ അസംബ്ലി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂരിൽ. അപ്പോഴാണ് ഈ റെയ്ഡ് നടക്കുന്നത്. ഈ റെയ്ഡ് നമ്മൾ പിന്നെ ഇദ്ദേഹത്തിന്റെ ദാരുണമായ ആ മരണത്തെ നമുക്ക് താരതമ്യപ്പെടുത്താവുന്നത് കഫേ കോഫി ഡേയുടെ ഉടമസ്ഥൻ VG സിദ്ധാർത്ഥയുടെ ആത്മഹത്യയാണ്. ഓർമ്മയുണ്ടല്ലോ അത്? അതെ, അതെ. അത് പക്ഷെ വളരെ അദ്ദേഹത്തെ പക്ഷെ ആ സമയത്ത് ഭയങ്കര കടം കേറിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്റർവ്യൂവിലും കാണുന്നത്
സീറോ ഡെറ്റ്, അതായത് ഒരു കട പോലും എടുക്കാതെയാണ് ഇദ്ദേഹം ഇത്രയും വലിയൊരു ഇത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നേക്കണേ എന്നാണ്. പക്ഷേ കഫേ കോഫി ഡേയിൽ ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ ഒരു കട, അങ്ങനെ ഒരു ഫാക്ടർ അവിടെ ഉണ്ട്, അത് താങ്ങാൻ പറ്റാത്ത ആ ഒരു പ്രഷർ കൊണ്ടാവാം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രഷറോ കാര്യങ്ങളോ ഇദ്ദേഹത്തിന് വരേണ്ട ആവശ്യമില്ല. അല്ല, അതിൽ തന്നെ ഈ മരണത്തിലേക്കുള്ള ഒരു സൂചനയുണ്ട്. ഇപ്പം ഉം. എന്നോട് പറഞ്ഞല്ലോ, ബാങ്കിൽ നിന്നും ലോൺ എടുക്കാത്ത ഒരു ബിസിനസ്സുകാരൻ. ആ അതെ. ബിസിനസ്സുകാരന് അദ്ദേഹത്തിന്റെ ഈ സാമ്രാജ്യം വന്നത് വെറും 20 കൊല്ലത്തിലാണ്. 2005-ലാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തത്. 20 കൊല്ലത്തിനിടയിലാണ് 10,000 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു ബിസിനസ്സുകാരനായിട്ട് അദ്ദേഹം വളർന്നത്. അപ്പോൾ അവിടെയാണ് പിന്നെ IT ഡിപ്പാർട്ട്മെന്റിന് അദ്ദേഹത്തിലേക്കുള്ള സംശയങ്ങൾ തുടങ്ങിയതെന്നാണ് എന്നോട് കർണാടകത്തിലെ രാഷ്ട്രീയത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നോട് പറഞ്ഞത്. പിന്നെ ആദ്യം എന്നോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ, അവിടുത്തെ പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരാണോ ഈ കേന്ദ്ര ഏജൻസികൾ നടപടിയെടുക്കുന്നതെന്ന്. അത് അതെ. ഒരു വളരെ പ്രസക്തിയുള്ള ചോദ്യമാണ്. അതായത് കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് KC വീരേന്ദ്ര എന്നൊരു കോൺഗ്രസ് MLA ഉണ്ട്. അദ്ദേഹത്തിനെ പപ്പി എന്നാണെന്ന് തോന്നുന്നു, അവിടെ വിളിക്കുന്നത് പപ്പി എന്നാണ് അറിയപ്പെടുന്നത്. ബംഗളൂരുവിലും ഗോവയിലും ഏറ്റവും വലിയ കാസിനോകൾ, ഈ ചൂതാട്ട കേന്ദ്രങ്ങൾ നടത്തുന്ന, നിയമവിധേയമായിട്ട് തന്നെയുള്ള ചൂതാട്ട കേന്ദ്രങ്ങൾ നടത്തുന്ന ഒരു ബിസിനസ്സുകാരനാണ് പപ്പി. അപ്പൊ ആ പപ്പിയുടെ വീട് ചെല്ലക്കേര എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ റെയ്ഡ് ചെയ്തിട്ട് വീട്ടിനുള്ളിൽ നിന്നും 5.5 കോടി രൂപ ക്യാഷായിട്ട് പിടിച്ചെടുത്തു. പിന്നീട് അദ്ദേഹത്തിന്റെ നിരവധി സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി. അത് കോൺഗ്രസിന് അദ്ദേഹം ഫണ്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ പേരിലാണെന്നാണ് അന്ന് ഉയർന്നു വന്ന ഒരു ആക്ഷേപം. അതിൽ വസ്തുത ഇല്ലാതെയും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതേസമയം ഇവരുടെ ഭാഗത്തു നിന്ന് നിയമപരമായിട്ടുള്ള പിഴവുകൾ സംഭവിക്കുന്നതുകൊണ്ടാണല്ലോ കേസ് കോടതിയിൽ ചെന്നാലും നിലനിൽക്കുന്നത്. അപ്പം അതെ. കേന്ദ്ര ഇതിൽ ഞാൻ സർക്കാരിന് വേണം. മനസ്സിലാക്കുന്നത് മറ്റേ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇതിനൊരു അപ്പീൽ പോയായിരുന്നു. അതായത് ഇപ്പം ഇവിടെ റെയ്ഡ് നടന്നേക്കണെന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് അവിടെ ചെന്നിട്ട് റെയ്ഡ് ചെയ്തേക്കണത്. അപ്പം അതിൻ്റെ അകത്ത് ഇവര് കോൺഫറൻസ് ഗ്രൂപ്പിൽ ഇത് പറഞ്ഞാൽ ഇന്നലെ തുടങ്ങിയ ഒരു പരിപാടിയല്ല, ഇത് കുറച്ച് നാളായിട്ട് ഇവരെ പുറകെ ഉള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ കോടതിയിൽ പോയിട്ട് അപ്പീൽ സ്റ്റേ വാങ്ങിച്ചായിരുന്നു. പിന്നെ ആ സ്റ്റേ വെക്കേറ്റ് ആയിട്ടാണ് ഇതിന്റെ പുറകെ പിന്നെയും വരുന്നതെന്നാണ് ഞാൻ കേട്ടത്. അതായത് ആദ്യം ഇവർ പോയി റെയ്ഡ് തീർച്ചയായിട്ടും. നടത്തി, പിന്നെ കുറച്ച് ഡോക്യുമെന്റ്സ് സീൽ ചെയ്ത് വെച്ചു. സീൽ ചെയ്ത് വെച്ച സമയത്ത് ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ദുബായിലോട്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ നിന്ന് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ എന്താണ്, അല്ലെങ്കിൽ ഈ ഫണ്ടുകൾ വന്നേക്കണം എങ്ങനെയാണെന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ശ്രമിച്ച സമയത്താണ് ഇത് നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമർ ഈ പറഞ്ഞതിൽ ആദ്യത്തെ ചോദ്യമായിട്ട് ഇത് അമർ തന്നെ ഇപ്പൊ അതിനൊരു മറുപടി പറഞ്ഞു. അതായത് ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാത്ത ഒരാളെ എങ്ങനെ ബിസിനസ് നടത്തും? അയാൾക്ക് എവിടുന്ന് മൂലധനം വരും? അതെ. എല്ലാ വലിയ ബിസിനസ്സുകളും, ടാറ്റ ആണെങ്കിലും അംബാനി ആണെങ്കിലും അദാനി ആണെങ്കിലും ഒക്കെ വലിയ ലോൺ എടുത്തിട്ട് തന്നെയാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ലോൺ എടുക്കാത്ത ഒരാളിനെ, പ്രത്യേകിച്ച് ഈ 1000 കോടിയുടെയും 500 കോടിയുടെയും ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരാൾക്ക് എവിടുന്നാണ് ഈ പണം വരുന്നത്? ആരെങ്കിലും ഇൻവെസ്റ്റ് അതെ. ചെയ്യുന്നുണ്ടാകാമല്ലോ. ആ അവിടെ നിന്നാണ് ഈ സംശയത്തിലേക്ക് എല്ലാം തുടക്കം. ഈ റെയ്ഡുകളെല്ലാം തുടങ്ങുന്ന അങ്ങനെയാണ്. ഏതാണ്ട് 4 മാസത്തിന് മുമ്പ് കൊച്ചിയിലെ 4 റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടന്നു. അത്ര വലിയ വ്യാപകമായിട്ട് കേരളത്തിൽ വാർത്തകളിലൊന്നും അത് വന്നില്ല. ഒരുപക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊക്കെ പരസ്യം കൊടുക്കുന്നവരായിരിക്കും, അക്കാരണത്താൽ അധികം വാർത്തകളിലേക്ക് അത് എത്തിയില്ല. ഈ റെയ്ഡ് നടന്നപ്പോഴാണ് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിലേക്കും അതിൻ്റെ തുടർച്ച എത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് ഇത് വാർത്തകളിലൂടെയാണ് ഞാൻ അറിയുന്നത്, പൊതുവിടത്തിൽ വന്ന. അവിടെ നിന്നിട്ടാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിലേക്ക് പോയത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ പേര് വർഗീസ് എന്തോ ആണ്. അദ്ദേഹത്തിനെ IT ഡിപ്പാർട്ട്മെന്റ് നിരവധി തവണ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഹാജരാക്കുക. ഈ IT റെയ്ഡിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, അത് അവര് നമ്മുടെ സ്രോതസ് സംബന്ധിച്ച ഡോക്യുമെന്റ്സ് നമ്മൾ ചോദിക്കും. ആ ഡോക്യുമെന്റ്സ് നമ്മൾ ഹാജരാക്കുക. നമ്മൾ നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻ അടച്ച് നമുക്ക് നിസ്സാരമായിട്ട് ഊരി പോകാവുന്നേ ഉള്ളൂ. ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് EDയുടെ റെയ്ഡിൽ അറസ്റ്റ് ചെയ്ത ഒരാള് പിന്നീട് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ആ ആളിന് തന്നെയാണ്. അല്ലാതെ അയാൾ അപരാധിയാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം EDക്കല്ല. അങ്ങനല്ല അത്. അങ്ങനെ ഒരേ ഒരു ഏജൻസിയാണ് ഈ ED. അതാണ് ED കേസുകളിൽ ജാമ്യം കിട്ടാറില്ല. അതാ കിട്ടാൻ ബുദ്ധിമുട്ട്. എൻഫോഴ്സ്മെന്റ് മനസ്സിലായി. ഡയറക്ടറേറ്റ്
ആ സംബന്ധിച്ച നിയമം ആ രീതിയിൽ ആണ്. അപ്പോൾ ഇവിടെ കൊച്ചിയിൽ നിന്നും കിട്ടിയ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയിൽ റെയ്ഡ് നടത്താൻ എന്തിനാണ് ഈ കേരളത്തിൽ നിന്ന് ഇൻകം ടാക്സ് ടീം പോയത്? അതിലൊരു അതെ ദുരൂഹതയുണ്ട്. അതെ അതെ അപ്പൊ അതിന് ഒരു വിശദീകരണമാണ് ഇത്. അതായത് കേരളത്തിൽ നടന്ന റെയ്ഡുകളുടെ ഒരു പിന്നെ തുടർച്ചയാണ്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിങ് ഇവിടെ നടക്കുന്നത് ആ ഒരു തുടർച്ചയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില സൂചനകൾ. ഇതൊന്നും ഞാൻ 100% ഒതന്റിക് ആയിട്ടല്ല, പക്ഷേ ഇത് വിശ്വസിക്കാൻ കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുന്നു. ആ ഇൻഫർമേഷന്റെ ഉം. അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ്. ആരാണ് ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അത് പൂർണ്ണമായിട്ട് ക്ലാരിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ ഗൾഫിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ്, അവിടെയും ഇതേ രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും രാഷ്ട്രീയ ഒരു ഘടകം തന്നെ ആയിരിക്കും. കാരണം ദക്ഷിണേന്ത്യയിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഇലക്ഷൻ വരാൻ പോവുകയാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് കോൺഗ്രസിന് ഫണ്ട് ചെയ്യുന്നോ എന്നൊരു സംശയം പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് കേരളത്തില് പിന്നെ ഇലക്ഷൻ സംബന്ധിച്ചിട്ട് ഇലക്ഷന് ചെലവാക്കേണ്ട പണം പലപ്പോഴും ഇപ്പോൾ ഞാനിപ്പം ഈ പറയുന്നത് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കാര്യമല്ല, ഇപ്പൊ പലരും പൊതുവായിട്ടുള്ള ചെയ്യുന്നത് കാര്യം. എങ്ങനെയാണെന്ന് ഉം. പൊതുവായിട്ടുള്ള ഒരു സൂചനയാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിലെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് ഒരു 5 കോടി രൂപ കൊടുക്കണം എന്ന് കേന്ദ്ര നേതൃത്വം പറയുകയാണെന്നിരിക്കട്ടെ. അവിടെ തിരുവനന്തപുരത്തുള്ള ഒരു ബിസിനസ്സുകാരനായിരിക്കും ഈ 5 കോടി രൂപ ആ രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കുന്നത്. കാരണം അവിടെ പ്രശ്നമൊന്നുമില്ല, അവരുടെ പല ബ്രാഞ്ചിലും ക്യാഷ് ഉണ്ടാവും. ആ ക്യാഷ് പിന്നെ പാർട്ടിക്ക് കൈമാറുക, എല്ലാം നിയമവിധേയമാണ്. ഈ 5 കോടി രൂപ ഒരുപക്ഷെ ഈ ഈ ഒരു വ്യവസായ ശൃംഖലയായിരിക്കും. ഇവരുടെ മറ്റൊരു സംസ്ഥാനത്തിൽ ഇലക്ഷൻ നടക്കാതിരിക്കുന്ന ഒരു സംസ്ഥാനത്തിലായിരിക്കും അവർക്ക് ഈ 5 കോടി രൂപ പാർട്ടി നേതൃത്വം കൈമാറ്റം ചെയ്യും. അതല്ലെങ്കിൽ വിദേശത്ത് വെച്ച് ആ കൈമാറ്റം ചെയ്യും. അപ്പോൾ ഇയാൾക്ക് നഷ്ടമൊന്നുമില്ല. ചിലപ്പോൾ ഇതിൽ 4 കോടി മനസ്സിലായി. രൂപയെ കിട്ടത്തുള്ളായിരിക്കും, 1 കോടി രൂപ അയാളുടെ സംഭാവനയായിരിക്കാം, ഈ ബിസിനസ്സുകാരന്റെ സംഭാവനയായിരിക്കാം. അപ്പം ഇദ്ദേഹത്തിനെ ഒരു ഉപകരണമാക്കി മാറ്റി, ഇദ്ദേഹം ഏതാണ്ട് ഒരു മിനി ബാങ്ക് പോലാണ്. ഇദ്ദേഹത്തിന് ഒരു ബ്രാഞ്ചിൽ വേറൊരു വിദൂരത്തുള്ള ഒരു ബ്രാഞ്ചിൽ പാർട്ടി നിക്ഷേപിച്ചിട്ട് ഈ സംസ്ഥാനത്തോട്ട് ക്യാഷായിട്ട് അദ്ദേഹത്തിന്റെ ബ്രാഞ്ചുകളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടിക്ക് പോകും. ഞാനിതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പിന്നെ മനസ്സിലായി. കർണാടകമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ടിങ്ങിന്റെ ഒരു പ്രധാന സോഴ്സ്. കാരണം ഇന്ന് കോൺഗ്രസിന് അധികാരമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ വ്യവസായ ഗ്രൂപ്പുകൾ ഉള്ളതും അവരുടെ കയ്യിൽ നിന്നും പണം കിട്ടാൻ സാധ്യതയുമുള്ളതായ സംസ്ഥാനമാണ് കർണാടക. നമുക്കറിയാം, ബംഗളൂരു ഇന്ത്യയുടെ ഒരു ബോംബെയുടെ അത്രയും വരില്ലെങ്കിലും ഏതാണ്ട് ഒരു മിനി ബോംബെ തന്നെയാണ് വ്യവസായങ്ങളുടെ കാര്യത്തിൽ. അപ്പൊ പിന്നെ ധാരാളം പണം. ഇദ്ദേഹത്തിന്റെ കാര്യവും അറിയാവുന്നതാണല്ലോ, DK ശിവകുമാർ. പുള്ളിക്കാരനാണല്ലോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ മറ്റേ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ നേതാവ് എന്ന് പറയപ്പെടുന്നത്. അവിടെ പല റിയൽ എസ്റ്റേറ്റ് പരിപാടികളിലും എല്ലാത്തിലും മെയിൻ ഒരു കേട്ടുവരുന്ന ഒരു പേരും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം തന്നെയാണ് കർണാടകത്തിലെ കോൺഗ്രസിന്റെ അതെ തീർച്ചയായിട്ടും. അതായത് ഡി കെ ആണ് ശരിക്കും പറഞ്ഞാല് ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസിന്റെ നട്ടെല്ലെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും കർണാടക മുഖ്യമന്ത്രി ആകേണ്ട ആളാണ്. രാഷ്ട്രീയ അതെ പാർട്ടിയിലും അണികളുടെ ഇടയിലും ഒക്കെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും അദ്ദേഹത്തിന് കേരളത്തിലെ നേതാക്കന്മാരുമായിട്ട് വലിയ അടുത്ത ബന്ധമുള്ള ആളാണ്. പിന്നെ ക്യാഷ് മംഗലാപുരത്തു നിന്നും ഫിഷിംഗ് ബോട്ട് വഴി കൊടുത്തു വിട്ടിരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ പലപ്പോഴും മനസ്സിലായി. ക്യാഷ് അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടാറുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കഫേ കോഫി ഡേയുടെ പിന്നെ സിദ്ധാർത്ഥിന്റെ മകളാണോ DKSന്റെ മകൻ കല്യാണം കഴിച്ചത്? അവർ തമ്മിൽ എന്തോ അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. അപ്പൊ ചുരുക്കി അതെ പറഞ്ഞാല് ഏതൊരു ഞാനിപ്പോ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ആളാണ് മറ്റേ ഇതിൽ കഫേ ഡി കെ എസിന് കോഫിയുടെ. ഈ ഈ ഈ കോൺഫിഡന്റ് കേസിൽ DKSനൊന്നും പ്രത്യേകിച്ച് റോളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല ഞാൻ പക്ഷേ ചോദിച്ചത്. അതായത് ഇപ്പം പറഞ്ഞല്ലോ ഇലക്ഷൻ വരാൻ പോവാണ്, അപ്പം ഇവര് ത്രൂ ആണ് ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നത്. അപ്പം ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് പലതും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, എങ്ങനെയാണ് ഇവരെ ഈ സോഴ്സ് എന്താണെന്ന് വെളിപ്പെടുത്തുക എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തിയപ്പോഴാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്ത് എന്നാണ് കാണുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ആവാം എന്നുള്ള രീതിയിൽ. അപ്പം ഇങ്ങനത്തെ ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഫണ്ട്, അപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദുബായിലും
അതേ കർണാടകയിലും ഇവിടെയൊക്കെ ഫണ്ടുകൾ പലയിടത്തുനിന്നും കൊടുത്തിട്ടുള്ള അതിൻ്റെ ഒരു സോഴ്സ് ഇതെങ്ങനെയാണ്, അതായത് ഈ ഇലക്ഷൻ വരാൻ പോകുന്നു, അപ്പൊ അതിനു മുമ്പ് ഇവരെ എല്ലാവരും ഒന്ന് സ്ക്രൂട്ടണി ചെയ്ത് ഫണ്ടുകളുടെ മൂവ്മെന്റ് തടയുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചെയ്തതാവാൻ അല്ലേ ചാൻസ് കൂടുതൽ? അല്ല, അത് തള്ളിക്കളയാൻ പറ്റില്ല. അതൊരു ന്യായമായ സംശയമാണ്. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ തീർത്തു പറയാൻ നമ്മുടെ കൈവശം തെളിവുകളൊന്നുമില്ല. അത് കാരണം ഞാനത് അങ്ങനെ ഒരു ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമ്പനിയിൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇതുപോലൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുക. ഇപ്പൊ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി 100 ഫ്ലാറ്റ് ഉണ്ടാക്കി വിറ്റു എന്നിരിക്കട്ടെ. ഒരു ഫ്ലാറ്റിന് 1.5 കോടി രൂപ എന്ന് കണക്ക് കൂട്ടുക. 100 ഫ്ലാറ്റ് ഉണ്ടാക്കി വിറ്റാൽ 150 കോടി രൂപയാണ് ക്യാഷ് വരുന്നത്. ഇതിൽ എത്ര കോടി രൂപ ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്? കൃത്യമായ കണക്കൊന്നുമില്ല. ആ കണക്കുകളൊക്കെ എല്ലായിടത്തും നമുക്ക് ഊതി വീർപ്പിക്കാം. നമുക്കറിയാം, ഈ നാട്ടിലെ ഭൂമി വാങ്ങിക്കുന്നതിൽ ഒരിക്കലും സത്യസന്ധമായ വില ആരും ഒരിടത്തും എഴുതാറില്ല ഭൂമി വാങ്ങിക്കുമ്പോൾ. പിന്നെ സിമന്റ് കമ്പി തൊട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു നിശ്ചിത വിലയെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ടാക്സ് വെട്ടിക്കാൻ ഏറ്റവും സൗകര്യമുള്ള ഒരു മേഖലയാണ് ഇൻകം ടാക്സ്, പിന്നെ റിയൽ എസ്റ്റേറ്റ് മേഖല. റിയൽ എസ്റ്റേറ്റിലാണ് എല്ലാ രീതിയിലുള്ള കള്ളപ്പണവും വരുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത് നമ്മൾ ഈ ഒരു പ്രത്യേക കമ്പനിയെ കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞത്. മൊത്തത്തിൽ ഈ മേഖലയിലെ കുറിച്ച് അങ്ങനെയുള്ള പൊതുവായിട്ട് ഒരുപാട് അങ്ങനെയുള്ള ആരോപണങ്ങളും ഒക്കെ ഉണ്ട്. അത് വരുമ്പം ഇവിടെ ഈ പറയുന്ന അമർദീപ് ചോദിച്ച പോലെ സീറോ ഡെറ്റ് കമ്പനിയായ കോൺഫിഡന്റ് ഗ്രൂപ്പിന് അവർക്ക് ഫണ്ട് ക്യാപിറ്റൽ എവിടെ നിന്നാണ് വരുന്നത്? ഈ കമ്പനിയിൽ പ്രൈവറ്റ് ആയിട്ട് പണം നിക്ഷേപിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടോ? ഷെയർ ഹോൾഡർമാർ അത് ഏതെങ്കിലും രീതിയിലുണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ്, ആ റെക്കോർഡ് IT ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലേക്ക് പോകും എന്ന അവസ്ഥ എത്തിയിരുന്നു. നമുക്കറിയാം, അങ്ങനെ ഒരു സംശയം ന്യായമായിട്ട് അവിടെ ഉണ്ട്. കാരണം അങ്ങനെ IT ഡിപ്പാർട്ട്മെന്റ് ഈ രേഖകൾ പിടിച്ചെടുത്താൽ സ്വാഭാവികമായിട്ടും ആ നിക്ഷേപിച്ചിരിക്കുന്ന ശക്തരായ ആൾക്കാരിൽ നിന്നും തിരിച്ചടി ഉണ്ടാവും. ഭീകരമായ തിരിച്ചടിയായിരിക്കും. ഇതിപ്പം പിന്നെ ചെകുത്താനും കടലിനും ഇടയ്ക്ക് എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കണം അദ്ദേഹം എത്തിയത്. ഒരു ഭാഗത്ത് IT, മറുഭാഗത്ത് വേറെ കുറച്ച് ആൾക്കാർ. അപ്പൊ സ്വാഭാവികമായിട്ടും എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കർണാടകത്തിലുള്ള ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ ഒരു സെക്രട്ടറിയായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഒരു ജീവിത ശൈലിയും പെട്ടെന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഒരുപാട് സംശയം ജനിപ്പിച്ചു. അതായത് പിന്നെ പ്രൈവറ്റ് ജെറ്റ്, റോൾസ് റോയ്സുകള്, വളരെ ആഡംബരപൂർണമായ ജീവിതം, അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ പണത്തിന് അനുസരിച്ചുള്ള ഒരു ജീവിതം തന്നെ നയിച്ചിരുന്ന ആളായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കേന്ദ്ര ഏജൻസികളുടെ ഒരു ശ്രദ്ധയിൽ ഇദ്ദേഹം വളരെ ഇദ്ദേഹത്തിന്റെ യാത്രകൾ അവർ നാളുകളായിട്ട് ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്തിരിക്കുകയായിരിക്കണമെന്ന് ഞാൻ കരുതുന്നു. സാധാരണ എനിക്കൊരു കാര്യം അറിയാം, ഈ നല്ല ബിസിനസ്സുകാരുടെ വീട്ടിലെ ഒരു ഫംഗ്ഷൻ നടന്നാൽ അവരറിയാതെ തന്നെ കേന്ദ്ര ഏജൻസികളുടെ ആരെങ്കിലും ആ പരിസരത്തുണ്ടാകും. ഇപ്പോൾ വിവാഹം നടക്കുകയാണെന്നിരിക്കട്ടെ, ആ ഹാളില് ഏതെങ്കിലും ഒരു IB ഉദ്യോഗസ്ഥനോ അതുപോലെ പിന്നെ EDയുടെയോ IT ഒക്കെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അവിടെ കാണും. അപ്പോൾ അവിടെ മറിയുന്ന പണത്തിനെ കുറിച്ചും അവിടെ അയാൾ ചെലവാക്കുന്നതിനെ കുറിച്ചും ഒക്കെ അവർ വളരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ അവിടെ ഉള്ളത്, നമ്മൾ കേന്ദ്ര പാർട്ടിയുടെ ആളാണെങ്കിൽ നമ്മളെ ഒന്നും ചെയ്യില്ല, നമ്മൾ ഭരിക്കുന്ന പാർട്ടിയുടെ ശത്രുവാണെങ്കിൽ നമ്മുടെ കഴുത്തിന് കയറി പിടിക്കും. ഇവിടെ ഇത് രണ്ടും സംഭവിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ ഡോക്ടർ റോയി അത്യാവശ്യം അദ്ദേഹത്തിന്റെ വരുമാനത്തിന് ഒത്തവണ്ണം ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അത് അദ്ദേഹത്തിലേക്ക് ശ്രദ്ധ ആകർഷിച്ചു. അദ്ദേഹം BJPയുടെ സഹയാത്രികനല്ലായിരുന്നു, കോൺഗ്രസുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നെന്ന് ചില വാർത്തകളുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ തടയിടാൻ അദ്ദേഹത്തിൻ്റെ പിന്നെ കയ്യിൽ നിന്നും ഫണ്ട് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ത്രൂ ഫണ്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നത് തടയിടാനോ കേന്ദ്ര ഏജൻസികൾ ശ്രമിച്ചിരിക്കുക. പക്ഷെ ഇവിടെ ഇന്നലെ ഈ റെയ്ഡ് നടന്നപ്പം എനിക്ക് അവിടെ തോന്നിയൊരു പ്രശ്നം കൂടെ ഞാൻ പറയാം. അതായത് അവിടെ ഒരു പ്രൊസീജിയറൽ മിസ്റ്റേക്ക് എന്ന് എനിക്ക് തോന്നുന്നത്, ഒരു സ്ഥലത്ത് റെയ്ഡ് നടന്നു. ചോദ്യം ചോദിച്ചോട്ടെ സാറിനോട്? അതായത് ഇതിനകത്ത് അവസാനമായിട്ട് 2 ചോദ്യമായിട്ട്. ഒന്ന്, അവിടെ ചെല്ലുമ്പോൾ, അതായത് റെയ്ഡ് നടക്കുന്ന സമയത്ത്, അതായത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു തോക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അദ്ദേഹം മാറ്റേണ്ടതാണ്. ഒരു റെയ്ഡ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആരാണെങ്കിലും ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത് നടന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഒരു റെയ്ഡിൽ ഒരാളുടെ ഒപ്പം നമ്മൾ നിൽക്കുമ്പോൾ എപ്പോഴും അയാളുടെ ഒപ്പം ഒരു ഉദ്യോഗസ്ഥരോ, കാരണം ഇപ്പൊ പുള്ളിക്കാരൻ ഒരു സ്വന്തം ഓഫീസ് ക്യാബിനിലേക്കാണ് പോണേന്ന് പറഞ്ഞാൽ അവിടെ
എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. പുള്ളിക്കാരന് വേണമെങ്കിൽ ഡോക്യുമെന്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ നശിപ്പിക്കാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ പുള്ളീൻ്റെ ഒപ്പം ആരെങ്കിലുമൊക്കെ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഒരു ഇൻകം ടാക്സ് റെയ്ഡ് വന്നാൽ പോലും അദ്ദേഹത്തിന് കൂടിപ്പോയാൽ വരുന്നത് സോഴ്സ് വെളിപ്പെടുത്തേണ്ടി വരും, ഫൈൻ വരും. ആ ഫൈൻ അടച്ചതിന്, കാരണം ഫൈൻ അടയ്ക്കാനുള്ള പൈസയൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തായാലും ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പല ഇന്റർവ്യൂകളിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. അപ്പം ഇത് രണ്ടും അവിടെ ഒരു ഇതായിട്ടല്ലേ നിൽക്കുന്നത്, ഒരു ക്വസ്റ്റ്യൻ ആയിട്ടല്ലേ നിൽക്കുന്നത് ശരിക്കും. തീർച്ചയായിട്ടും. അതായത് സാധാരണ ഒരു ഇൻകം ടാക്സ് റെയ്ഡൊക്കെ നടക്കുമ്പോൾ ആദ്യം തന്നെ അവരുടെ ഈ റെയ്ഡ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം അവിടെ തടയപ്പെടുകയാണ്. ഒരു റൂമിൽ സാധാരണ ഇവരെ എല്ലാം ഇരുത്തുകയാണ് ചെയ്യുന്നത്. ഒരു റൂമിൽ ഇരുത്തിയിട്ട് അവരുടെ കയ്യിൽ നിന്നും ആയുധങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള മാരകമായ വസ്തുക്കളോ അവിടെ ഉണ്ടെങ്കിൽ അത് കസ്റ്റഡിയിലെടുക്കും. IT ഉദ്യോഗസ്ഥന്മാരോടൊപ്പം തന്നെ സാധാരണ പോലീസും ഉണ്ടാകാറുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള തടസ്സപ്പെടുത്താനുള്ള ശ്രമമൊക്കെ നടത്തിയാൽ പോലീസിനെ ഉപയോഗിച്ച് അവർ നേരിടുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ CJ റോയി ഇങ്ങനെ ഒരു റൂമിൽ നിന്നും വേറൊരു റൂമിലേക്ക് അദ്ദേഹത്തിനെ പോകാൻ അനുവദിച്ചു എന്നുള്ളത് അതെനിക്കൊരു കൗതുകവും അത്ഭുതകരമായിട്ട് തോന്നുന്നു. ഇനി മറ്റൊരു വസ്തുത, എന്തുകൊണ്ട് ഈ ഒരു തോക്ക് അവിടെ സൂക്ഷിച്ചത് IT ഉദ്യോഗസ്ഥന്മാർ ആദ്യം തന്നെ കസ്റ്റഡിയിൽ എടുത്തില്ല? അപ്പം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഇവിടെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രഥമ ദൃഷ്ടി എനിക്ക് തോന്നുന്നത്. എനിക്കിതിന്റെ പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ടോ, അവിടെ എങ്ങനെ വേണം ഒരു റെയ്ഡിംഗ് ടീം പെരുമാറേണ്ടതെന്ന് സംബന്ധിച്ച് കൃത്യമായ നിയമപരമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമം ലംഘിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരിക്കലും ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു റെയ്ഡുകളിലൊക്കെ തന്നെ റെയ്ഡ് ചെയ്യപ്പെടുന്ന വ്യക്തികളുടെ എപ്പോഴും നിരീക്ഷണ വലയത്തിലായിരിക്കും. കാരണം അതല്ലെങ്കിൽ ഇപ്പൊ എന്നോട് അമർദീപ് ചോദിച്ചതുപോലെ അയാൾക്ക് വേണമെങ്കിൽ ഈ IT ഡിപ്പാർട്ട്മെന്റ് പിടിച്ചെടുക്കാൻ വന്ന രേഖകൾ നശിപ്പിക്കാമല്ലോ, വേണമെങ്കിൽ അതെടുത്ത് കീറിക്കളയാം, അല്ലെ കത്തിക്കളയാം, എടുത്ത് ബാത്റൂമിലോ ടോയ്ലറ്റിലോ വല്ലതും ഇടാമല്ലോ, ഇട്ടിട്ട് ഫ്ലഷ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും IT ഇവിടെ റെയ്ഡ് നടത്താൻ വന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ജാഗ്രത കുറവുണ്ടായി എന്നാണ് അത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ വിഷയം, ഈ വ്യക്തി എന്തിന് ആത്മഹത്യ ചെയ്തു? അതിപ്പോ ചോദിച്ചതുപോലെ രേഖകൾ ഹാജരാക്കാനാണ് പലപ്പോഴും IT ഡിപ്പാർട്ട്മെന്റ് പറയാറുള്ളത്. രേഖകൾ ഹാജരാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിയമലംഘനം കണ്ടെത്തി, അവിടെ പിഴ അടയ്ക്കുക എന്നുള്ളതാണ് അതിന്. അപ്പം ഇതിനൊക്കെ അപ്പുറത്തേക്ക് എന്തോ വിവരങ്ങൾ ചോർന്നു പോകുമോ? ആ പേടി കൊണ്ടാണോ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്? ആത്മഹത്യ ആണെങ്കിൽ, ഇനി അതല്ല മറ്റു രീതിയിൽ അദ്ദേഹത്തിനെ വേണമെങ്കിൽ ഇദ്ദേഹം അങ്ങ് ആത്മഹത്യ ചെയ്തോട്ടെ എന്ന് കരുതി അവിടെ ഒരു മാരകായുധം ഇരുന്നത് മാറ്റാതിരുന്നതാണോ? നേരിട്ട് കൊല്ലണമെന്നില്ലല്ലോ. ചില കാര്യങ്ങൾക്ക് പ്രേരണ കൊടുക്കാമല്ലോ. നാളുകളായിട്ട് സമ്മർദ്ദത്തിലിരുന്ന ഒരു വ്യക്തി വേണമെങ്കിൽ ആത്മഹത്യ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ അവിടെ ഒരു തോക്ക് ഇരുന്നത് അവരും മനഃപൂർവ്വം മാറ്റാതിരുന്നതാണോ ഇരുന്നത് കണ്ടിട്ട്? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷെ എല്ലാം ചെന്ന് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യത്തിലേക്ക്. ചെറിയ ചെറിയ സംശയങ്ങളെല്ലാം ഈ വലിയ സംശയത്തിലേക്ക് ചെന്നത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാരൊക്കെയാണ്? ഈ റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ? ഇദ്ദേഹത്തിനെ ഏതെങ്കിലും രീതിയിൽ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും എന്നോടൊരാൾ പറഞ്ഞത്, നിയമപരമായ തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾ കാത്തിരിക്കും. അങ്ങനെ കാത്തിരിക്കുമ്പോൾ നമ്മൾ ഒരു അബദ്ധത്തിൽ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിൽ നമ്മൾ വീണുപോകും, പഴത്തൊലിയിലായിരിക്കും ചവിട്ടി വീഴുന്നത്. പക്ഷെ എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണിത്. ഡോക്ടർ റോയി അവിടുത്തെ എല്ലാവിധ സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കും അതുപോലെ കന്നഡ സംഘടനകൾക്കും അതുപോലെ വിദ്യാർത്ഥികൾക്ക് ധനസഹായത്തിനും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഞാനിതെല്ലാം പൂർണ്ണമായിട്ടും ഒരു ഭാഗവും ചേരാതെ ഞാൻ സംസാരിക്കുകയാണ്. അതായത് നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കമ്പനിയെ കുറിച്ച് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഒരുപാട് പരാതികളും പല പ്രോജക്റ്റുകളും പൈസ വാങ്ങിച്ചിട്ട് തീർക്കുന്നില്ല എന്നുണ്ട്. പല ഫ്ലാറ്റുകളിലും വേണ്ട അമ്യൂണിറ്റീസ് ഇല്ല എന്നുണ്ട്. അതുപോലെ തന്നെ ഇവര് സർവീസ് ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് വളരെ മോശം സർവീസ് ആണെന്നുണ്ട്. അങ്ങനെ ഒരുപാട് പരാതികൾ പലരുടെ ഭാഗത്തു നിന്നും ഇദ്ദേഹത്തിന്റെ കമ്പനിക്കെതിരെ ഉണ്ട്. അത് ചില സൈറ്റുകളുണ്ട്, ഓപ്പൺ സൈറ്റുകളുണ്ട്. ആ സൈറ്റുകളിലൊക്കെ തന്നെ ഇത് വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹത്തിന്റെ പേരെടുത്ത് തന്നെ അത്തരം സൈറ്റുകൾ കിടപ്പുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം
ഈ ഒരു സാഹചര്യത്തിൽ അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. കാരണം ഇത് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. അദ്ദേഹത്തിന്റെ പിന്നെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർക്ക് ചാരിറ്റി കൊടുത്ത വ്യക്തിയാണ്. എവിടെയൊക്കെയോ സംഭവിച്ച ഒരു പ്രശ്നങ്ങളുടെ പേരിൽ അദ്ദേഹം അതിനെയൊക്കെ മറികടന്ന് വീണ്ടും മുന്നോട്ട് പോകാൻ ഉള്ള ഒരു അതെ അതെ ആത്മധൈര്യം ഉള്ള എന്തായാലും ആളായിരുന്നു. എന്താണ് സംഭവം? എന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പുറകെ വരും എന്ന് വിചാരിക്കുന്നു. അതായത് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു പിന്നെ ഡീപ്പർ ട്രൂത്ത് എന്ന് പറയുന്ന, അതായത് ആഴത്തിലുള്ള സത്യങ്ങൾ, അടിസ്ഥാന സത്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നും നമുക്ക് അന്ന് അത്തരം വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതെ അതെ താങ്ക് യു സർ.